ഹായ് ഹലോ, ഞാനിതൊരു വ്ളോഗുമായാണേ വന്നിരിക്കുന്നത്. ഞാനും ആര്യ എവിടെയാണ് പോകുന്നതെന്നല്ലേ, കൊട്ടിയത്തുള്ള അഷ്ടമുടിയുടെ അക്കാഡമിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ഒരു 7 days നെയിൽ ആർട്ടിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് ആര്യ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു മോഡലിന് ആവശ്യമുണ്ട്. ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചിപ്പിയും അനുവും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവർക്ക് അങ്ങനെ നെയിൽ ആർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇവർ രണ്ടുപേരാണ് എനിക്ക് നെയിൽ ആർട്ട് ചെയ്തത്. ഇത് അത് നോർത്ത് ഇന്ത്യൻസാണ്, ചിപ്പിയുടെ ഫ്രണ്ടുമാണ് കേട്ടോ. അഷ്ടമുടി തന്നെയാണ് പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരി ഒരു മോമോസ് കുക്ക് ചെയ്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇത് അനില, ഇത് ഗുരുവായൂർ അഷ്ടമുടിയിലാണ് അനില വർക്ക് ചെയ്യുന്നത്. ഇത് അനുവിൻ്റെ കൈ ചിപ്പി മാനിക്യൂർ ചെയ്തൊന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബഹളമാണ് കാണുന്നത്. അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൈ മാനിക്യൂർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവർ. ഇപ്പം ഏകദേശം ഒരു ഫൈനലിലോട്ട് എത്താറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചു. രണ്ടുപേരും നല്ല രീതിയിൽ എനിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് മാനിക്യൂറൊക്കെ ചെയ്തത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തത്, വളരെ സമയമെടുത്തിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്കായി കേട്ടോ. അങ്ങനെ ഞാനും ആര്യയും കൂടി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അഷ്ടമുടിയുടെ തന്നെ മേക്കപ്പ് റൂമിലോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ബിരിയാണിയാണ് മേടിച്ചത് കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. ഒരേ ഇരിപ്പ് നമ്മളവിടെ കുറേ നേരം ഇരുന്നുകൊണ്ട് തന്നെ കുറച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തു. ചിപ്പിയും അനുവും കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കാൻ വന്നത് കേട്ടോ. അങ്ങനെ അവരും ഫുഡ് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനും ആര്യയും കൂടി നേരെ വീണ്ടും നെയിൽ ആർട്ട് സെക്ഷനിലോട്ട് പോയി ആർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഞാൻ പറയുന്ന രീതിക്കൊക്കെ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. പഠിക്കുന്നതാണെങ്കിൽ പോലും അവർ നന്നായിട്ട് ചെയ്തു. ഇത് പ്രഹസനമാണ്, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ അപ്പോൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.